പക്ഷേ 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞ ദിവസം. അപ്പോൾ അവാർഡ് പ്രഖ്യാപനത്തിൽ സ്വാഭാവികമായിട്ടും എല്ലാ വർഷവും ഉണ്ടാകുന്നതുപോലെ ചില ആരോപണങ്ങൾ ഇത്തവണയും ഉണ്ടായി. ഷാറൂഖ് ഖാൻ അവാർഡ് നൽകിയതും ചില അവാർഡുകൾ, പ്രത്യേകിച്ച് പറഞ്ഞാൽ ഇപ്പോൾ കേരള സ്റ്റോറി പോലുള്ള ഒരു ചിത്രം, അത് കേരളത്തിന് എതിരായിട്ട്, കേരളത്തിൻ്റെമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലെടുത്ത ഒരു ചിത്രത്തിന് മികച്ച സംവിധായകൻ, മികച്ച സിനിമാറ്റോഗ്രാഫർ തുടങ്ങിയ അവാർഡുകൾ നൽകുന്നു. മികച്ച കുറേ നടന്മാർ ഉള്ളപ്പോൾ ഷാറൂഖ് ഖാന് 37 വർഷങ്ങൾക്കിടയിൽ ഒരു അവാർഡ് കൊടുത്ത് ഷാറൂഖ് ഖാൻ ഒതുക്കിയിരിക്കുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നു. അതിനിടയിൽ മലയാളത്തിന് അഭിമാനമായിട്ട് 2-3 അവാർഡുകൾ മലയാളത്തിനുമുണ്ട്. അതിൽ ഉർവശിയുടെ അവാർഡും വിജയരാഘവൻ്റെ അവാർഡുകളുമാണ് പ്രധാനമായിട്ടും മലയാളത്തിൽ ചർച്ചയാവുന്നത്. മാഷ് എങ്ങനെയാണ് ഇത്തവണത്തെ ഈ ദേശീയ അവാർഡ് പ്രഖ്യാപനത്തെ കാണുന്നത്? ദേശീയ അവാർഡ് പ്രഖ്യാപിക്കുന്ന ദിവസങ്ങൾ പല കാലത്തും മലയാളിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കലാവാസനകളെയും അതേപോലെ തന്നെ കലയുമായി ബന്ധപ്പെട്ട അവരുടെ ഭാവുകത്വത്തെയും ഒക്കെ വളരെയധികം ആഹ്ലാദിപ്പിക്കുന്ന വാർത്തകൾ വരുന്ന ദിവസമാണ്. കാരണം മലയാളി സന്തോഷിക്കുന്നത് മലയാള സിനിമയുടെ അംഗീകാരത്തിലൂടെയാണ്. പലപ്പോഴും പല ഘട്ടങ്ങളിൽ നമുക്ക് ദേശീയ അംഗീകാരങ്ങൾ നമ്മളുടെ പ്രമുഖരായിട്ടുള്ള നടീനടന്മാരിലൂടെയും സംവിധായകരിലൂടെയും ഒക്കെ ലഭിച്ചിട്ടുണ്ടെന്നുള്ള അറിയാം. അത് നമ്മളുടെ ഒരു അഭിമാന ദേശമാണ് ശരിക്കും പറഞ്ഞാൽ സിനിമാ ദേശം എന്ന് പറയും. അത് ഈ വർഷവും അതേപോലെ തന്നെ നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യങ്ങളുണ്ടായി. എല്ലാ അവാർഡ് പ്രഖ്യാപനങ്ങളും പല ഘട്ടങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളോടുകൂടി തന്നെയാണ് വന്നിട്ടുള്ളത്. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. കാരണം ഈ ജൂറിമാരെന്ന് പറയുന്നതും ജൂറിമാരെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയമെന്നതും വിവാദത്തിന് അതീതമായിട്ടല്ല എല്ലാ കാലത്തും പ്രവർത്തിക്കുന്നത്. അവാർഡുകൾ കൊടുക്കുമ്പോൾ അതിൽ മികവുണ്ടാവും. അതോടൊപ്പം തന്നെ ആ മികവിൽ ചില താല്പര്യങ്ങൾ, ആത്മനിഷ്ഠമായിട്ടുള്ള വിലയിരുത്തലുകളും ഉണ്ടാകും. അതാണ് ഒട്ടുമിക്ക സമയത്തും വിവാദങ്ങൾക്ക് കാരണമായി തീർന്നത്. ഇപ്പോൾ കേരള സ്റ്റോറി എന്ന് പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വർഗീയതയുടെ ഒരു ആഘോഷമാക്കി അല്ലെങ്കിൽ വിളമ്പുകാലമാക്കി മാറ്റുന്ന ഒരു സിനിമയായിട്ട് അതിനെ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ഇവിടെ വളരെയധികം വിമർശനങ്ങൾ ഉയർന്ന ഇതല്ല കേരള സ്റ്റോറി എന്നുള്ളത് നമുക്കറിയാം. കാരണം അങ്ങനത്തെ ഒരു കേരളമല്ല നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ അതിന് അവാർഡ് കൊടുക്കുമ്പോൾ ബോധപൂർവം അതിനകത്ത് ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഇത് വിവാദത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് സഹായകരമായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഒന്ന്. അതുപോലെ ഷാരൂഖ് ഖാൻ്റെ കാര്യത്തിലും ഇതേപോലെ തന്നെ അമിതമായിട്ടുള്ള ഏതെങ്കിലും താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നിർവഹിക്കപ്പെട്ട ഒരു അവാർഡ് നിർണയമായിട്ട് അതിനെ വിലയിരുത്തുന്നുണ്ടാകാം. ഇതൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങളായിട്ട് വരുന്നത്. അതുകൊണ്ട് ഈ അവാർഡ് പ്രഖ്യാപനങ്ങൾ സമ്പൂർണ്ണമായി പരാജയമാണെന്നോ തള്ളിക്കളയേണ്ടതാണെന്നോ ഒരിക്കലും നമ്മൾ പറയരുത്. കാരണം കുറേ നടീനടന്മാരും സംവിധായകരും അതേപോലെ തന്നെ കലാപ്രതിഭകളുമൊക്കെ അതിലൂടെ ആദരിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ വിജയരാഘവൻ്റെ കാര്യമെടുത്താലും ഉർവശിയുടെ കാര്യമെടുത്താലും നമുക്ക് അഭിമാനിക്കാം. കാരണം നമ്മളുടെ മലയാളത്തിന് ഇത്തരത്തിലുള്ള പ്രഗത്ഭരായിട്ടുള്ള വളരെ പ്രതിഭാശാലികളായിട്ടുള്ള നടന്മാരുണ്ട് എന്നുള്ളതും അത് അവരെ അവതരിപ്പിക്കാൻ പറ്റുന്നതായിട്ടുള്ള സംവിധായകരുണ്ട് എന്നുള്ളതൊക്കെ പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല ഇപ്പോൾ ഉർവശി അഭിനയിച്ച ആ ചിത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 2 മണിക്കൂർ ദൈർഘ്യമുള്ള ചിത്രം എന്ന് പറയുന്നത് കേരളത്തിലെ പ്രത്യേകിച്ച് കുട്ടനാടിൻ്റെ എല്ലാ സവിശേഷതകളും എല്ലാ ദുരന്ത സ്വഭാവങ്ങളും നമ്മൾ മുന്നിൽ കൊണ്ടുവരുന്നതാണ്. അവർ ഒട്ടുമിക്ക കാലത്തും പ്രളയത്തിലാണ് എന്ന് നമുക്കറിയാം. എത്രയോ കാലമായി അത് നമ്മുടെ ഒരു സാമൂഹ്യ വിഷയമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നിരവധി സിനിമകൾ വന്നിട്ടുണ്ട്. നിരവധി സിനിമകൾ ഇതുമായിട്ടും വന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനെ സിനിമകൾ വന്നു എന്നുള്ളതിൻ്റെ പേരിൽ കുട്ടനാടിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ക്രിയാത്മകമായിട്ടുള്ള നടപടിക്രമങ്ങൾ വന്നു എന്ന് ചോദിച്ചാൽ ഇല്ല. ഇപ്പോഴും നമ്മൾ മഴക്കാലമായി കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടെ വീടുകളെല്ലാം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന കാഴ്ച കാണാൻ പറ്റും. ആ മുങ്ങിയ വെള്ളത്തിൽ നിന്ന് ജീവിക്കുന്ന മനുഷ്യരെ കാണാനായിട്ട് കഴിയും. അങ്ങനെ ആ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് നമ്മൾ കാണുന്ന ഉർവശി അവതരിപ്പിച്ച ലീലാമ്മ എന്ന് പറയുന്ന കഥാപാത്രം. ആ കഥാപാത്രത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരമ്മ എന്ന നിലയ്ക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പലതരത്തിലായിട്ടുള്ള പ്രതിസന്ധികളെ എങ്ങനെയാണ് നേരിട്ട് അതിൽ നിന്ന് സ്നേഹഭാവത്തിൻ്റെ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടു പോവുകയും കരുതലിൻ്റെ കൈപിടിക്കുന്നതായിട്ടുള്ളൊരു കഥാപാത്രമായിട്ട് മാറിത്തീരുകയും ഒക്കെ ചെയ്യുന്നത് എന്നത് നമ്മളുടെ ഉള്ളുലക്കുന്ന തരത്തിൽ
ബോധ്യപ്പെടുത്തി തന്നു, അനുഭവപ്പെടുന്നത്. ദൃശ്യങ്ങളുടെ ഒരു പ്രത്യേകത അതാണ്. നമ്മളൊരു 100 വാക്കുകൊണ്ട് അല്ലെങ്കിൽ ഒരു 1000 വാക്കുകൊണ്ട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നതായിട്ടുള്ള കാര്യം ഒരു ചെറിയ സ്റ്റില്ല് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ഹൃദയത്തിൽ കോറി വരയ്ക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അതാണ് വിഷ്വൽസിൻ്റെ സാധ്യത. ആ സാധ്യതയെ സമ്പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്ന ഈ സിനിമ എന്ന് പറയുന്ന കലാരൂപം എങ്ങനെയാണ് ഉർവശി എന്ന് പറയുന്നതായിട്ടുള്ള നടി ഉൾക്കൊള്ളുകയും അവർ ഏറ്റെടുക്കുന്നതായിട്ടുള്ള കഥാപാത്രത്തെ ഉള്ളുലക്കുന്ന വിധത്തിൽ തന്നെ നമ്മളുടെ മുന്നിൽ അവതരിപ്പിക്കുകയും അതിൻ്റെ ഒരു ഉള്ളുരുക്കം എന്ന് പറയുന്നത് നമ്മളെ ബോധ്യപ്പെടുത്തുകയും തന്നു എന്നുള്ളതാണ്. ആ സിനിമ ആരും ബോറടിക്കാതെ കാണുന്നൊരു സിനിമയാണ് എന്നത് മാത്രമല്ല, അതിൽ ഉർവശി അഭിനയിച്ചിരിക്കുന്ന ഈ കഥാപാത്രത്തെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വികാരം നമ്മളിലേക്ക് ഇങ്ങനെ പെയ്തിറങ്ങും എന്നുള്ളതാണ്. നമുക്ക് വേദനയും സങ്കടവും ഒക്കെ തോന്നുന്ന തരത്തിൽ നമ്മളെ അനുഭവപ്പെടുത്താനായിട്ടുള്ള കഴിവ്. ഇപ്പോൾ പഴയ കാലത്ത് ആളുകളൊക്കെ സിനിമ കോട്ടയിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ കളിയാക്കിയൊക്കെ പറയാറുണ്ട്, തോർത്തൊക്കെ ആയിട്ട് പോകും. വളരെ സങ്കടകരമായിട്ടുള്ള സീനുകളൊക്കെ വന്നാൽ ഇവർ ഈ പെണ്ണുങ്ങളൊക്കെ ഇരുന്ന് ഇങ്ങനെ കരഞ്ഞ് ആ കരച്ചിൽ മുഴുവൻ തോർത്തിലിങ്ങനെ ഒപ്പിയെടുക്കും. ഈ സിനിമ പ്രത്യേകത ഉർവശിയുടെ അഭിനയം കണ്ട് നമ്മൾ ഇങ്ങനെ അണപൊട്ടി കരയുകയല്ലേ ചെയ്യുന്ന, പകരം ഉള്ളുരുകി കരയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഉള്ളുരുക്കം എന്ന് പറയുന്നത് നമ്മളെ ബോധ്യപ്പെടുത്തി തരാനായിട്ട് കഴിഞ്ഞ തരത്തിലുള്ള ഒരു സിനിമയാണിതെന്നും അതിൻ്റെ ഒരു സ്മാരക രൂപമായി വളർന്ന വികസിച്ച ഒരു നടിയാണ് ഉർവശി എന്നുള്ളത് നമുക്ക് വളരെ ആഹ്ലാദം തരുന്നൊരു കാര്യമാണ്. കാരണം നമുക്ക് ഇത്രമാത്രം മികച്ച തരത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനും നമ്മൾ അനുഭവിക്കാനും കഴിയുന്നതായിട്ടുള്ള നടികൾ ഇപ്പോഴും ഉണ്ടല്ലോ എന്ന്. കുറേ കാലങ്ങൾക്ക് മുമ്പ് ഉർവശിക്ക് ഇതേപോലെ തന്നെ സഹനടിക്കുള്ള ദേശീയ അംഗീകാരം കിട്ടിയതാണ്. ഇപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി അത് ഉറപ്പിക്കുന്നു എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. ഈ സിനിമ കണ്ട പല ആളുകളും പറഞ്ഞത് ഒരുപക്ഷെ പാർവതി ഇതിനകത്ത് നായികയായിട്ടല്ലായിരുന്നുവെങ്കിൽ, ഉർവശിയാണ് പ്രധാന കഥാപാത്രമായിരുന്നുവെങ്കിൽ ഉർവശിക്ക് ഇത്തവണത്തെ നാഷണൽ അവാർഡ് കിട്ടിയേനെ എന്ന് പറയുന്നുണ്ട്. അത് ആ സിനിമ കണ്ടവരുടെ പൊതുവെയുള്ളൊരു അഭിപ്രായമാണത്. ശരിയായിരിക്കാം. നമുക്കത് ഓരോരുത്തരിരുന്ന് കാണുന്ന സമയത്ത് പലരും സിനിമ കാണുമ്പോൾ ആ സിനിമയെ സ്വന്തം മനസ്സിൽ നിരൂപണം ചെയ്യുന്നവർ കൂടിയാണ്. അതെ, സിനിമ കാണാൻ മാത്രമല്ല ചെയ്യുന്നത്, ചിലർ വെറുതെ കാണുക മാത്രമാണ് ചെയ്യുന്നത്. ഇങ്ങനെ നിരൂപണം ചെയ്യുന്നവർ എപ്പോഴും ഓരോ സ്റ്റിലുകൾ വരുന്ന സമയത്തും അതിങ്ങനെയല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ത് സാധ്യതകളുണ്ടാക്കും എന്ന് ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ടാണ് അവരിങ്ങനെ ഈ കഥാപാത്രത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചിന്തിച്ചിരുന്നെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട് വരാനായിട്ടുള്ള സാധ്യത എന്ന് പരിശോധിക്കുകയും അതിലവരങ്ങനത്തെ ഒരു ഉത്തരം നൽകി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഉർവശിയുടെ ഈ അംഗീകാരം എന്ന് പറയുന്നത് സംശയത്തിൻ്റെ നിഴൽ നിർത്തേണ്ടതല്ല എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കി തരികയും ഒരുപാട് കാലമായിട്ട് ഉർവശി യഥാർത്ഥത്തിൽ മൗനത്തിലാണ്, അല്ലെങ്കിൽ നമ്മളുമായിട്ട് അങ്ങനെ കൂടുതലായിട്ട് സംവദിക്കുന്ന തരത്തിൽ ഒരുപാട് ചിത്രങ്ങളിലൊന്നുമില്ല. പക്ഷേ കിട്ടിയ ഒരു അവസരം അപൂർവമായിട്ടുള്ള രീതിയിൽ മാറ്റി തീർക്കാനും നമ്മളെ അഭിനയത്തിൻ്റെ ഒരു വിസ്മയത്തുമ്പത്തേക്ക് പിടിച്ചു ഉയർത്താനും ഉള്ള കഴിവ് ഉർവശിയിലുണ്ട് എന്ന് ഉർവശി ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഉർവശിക്ക് തീർച്ചയായിട്ടും ദേശീയ പുരസ്കാരം തന്നെ, ഏറ്റവും മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം തന്നെ കിട്ടുന്നതിന് പറ്റുന്ന തരത്തിലുള്ള സിനിമയും കഥാപാത്രങ്ങളും ഉണ്ടാവുകയാണെങ്കിൽ നമ്മളുടെ ഈ പ്രേക്ഷകൻ, നമ്മളുടെ അഭിപ്രായം പറഞ്ഞിരിക്കുന്ന വ്യക്തി പറഞ്ഞ കാര്യം സാക്ഷാത്കരിക്കപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.